ചേട്ടൻ ഇവിടെ ഉള്ള ഞാൻ കുറച്ച് അപ്പുറമാണ്. ഞങ്ങളിവിടെ പാറക്കിൽ ഫാം തുടങ്ങാൻ വേണ്ടിയിട്ട്, പശുവിൻ്റെ ഫാം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല പശുക്കളെ കിട്ടാൻ വല്ലതും അറിയില്ല. പശു എന്ന് പറയുമ്പോൾ അതിപ്പം നിങ്ങൾക്ക് പറ്റിയൊരു സാധനമുണ്ട്, നിങ്ങൾ നോക്ക്. പക്ഷെ വില ലേശം കൊടുക്കുക. പൈസ നമുക്കൊരു പ്രശ്നമല്ല. നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളെ നോക്കുന്നു. പാല് നല്ലോണം കിട്ടണം, അതാണ് നമുക്ക് പ്രധാനം. ചേട്ടൻ്റെ കയ്യിൽ പശു ഏതാണ്? എൻ്റെ അടുത്ത് നല്ലൊരു കിട്ടിയില്ല സാധനം, നല്ല കാസർഗോഡ് കുള്ളൻ 1 ലിറ്റർ പാലേ കിട്ടുള്ളൂ. നല്ല ഔഷധ ഗുണമുള്ള പാലാണ്. പറ്റുക നിങ്ങൾക്ക് പറ്റുമെന്നില്ല എൻ്റെ പ്രമ്പ. ഇതാണ് സാധനം. 1 മാസം കൊണ്ട് കറക്കാം. നിങ്ങൾ ഒരു 20,000 റുപ്യ തന്നെ, അല്ലെങ്കിൽ വേണ്ട. നിങ്ങളിപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്ന പിള്ളേരല്ലേ, ഒരു 18,000 തന്നെ. ഇപ്പം നമ്മളെ തൽക്കാലം ഒരു 3,800 റുപ്യ ഇല്ലേ? എന്നാ പിന്നെ അല്ല, ബാക്കി നമ്മ വൈകുന്നേരം തന്നിട്ട് പശുവിനെ ഒരുമിച്ച് പണിക്കാം അല്ലേ? എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. വൈകുന്നേരം ആക്കണ്ട. നിങ്ങൾ ഇല്ല പൈസ ഇങ്ങോട്ട് തന്നിട്ട് ഞാൻ അയച്ചിട്ട് ഇപ്പം തന്നെ പോകും. ബാക്കി പൈസയോ? ബാക്കി പൈസ അതാണ് എൻ്റെ വീട്. ആ കാണുന്നു, ആടെ കൊടുത്താൽ മതി. കൊടു. 1 മാസം കഴിഞ്ഞില്ലേ പ്രസവിക്കും. ഔഷധ ഗുണമുള്ള പാലാണ്. കാസർഗോഡ് കൊള്ളാൻ നല്ല കാസർഗോഡ് കൊള്ളാൻ ഔഷധമുള്ള പൈസ കൊടുത്ത് വാങ്ങാൻ അറിയാം. നമുക്കറിയില്ല പൈസ ഇപ്പൊ കച്ചവടാക്കിയല്ലേ. നീല ഷർട്ടിട്ട ആള് ബാസ്റ്റാട്ടൻ